നമസ്കാരം. ആലു പാലക്ക് സബ്ജി ഉണ്ടാക്കി നോക്കാം. ഉരുളക്കിഴങ്ങും പാലക്കും കൂടാണ് ഒരു തോരൻ പോലെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാവുന്ന ഒരു കറിയായിട്ടുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങും ഒരു പിടി സ്പിനിച്ചും കൂടാണ് എടുത്തിരിക്കുന്നത്, പാലക്കും കൂടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് സ്വല്പം ജീരകം ഒഴിക്കുക, ചെറിയ ജീരകം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് പൊളർന്നതിടുക. ഇഞ്ചി വെളുത്തുള്ളി സ്വല്പം ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇടുക. ഇതൊന്നും ചെറുതായിട്ട് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചത് ഇടുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് കഴിയുമ്പോൾ ഇതിനെ സിമ്മയിലാക്കി അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് വരെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ച് ഒരു 5 മിനിറ്റും കൂടി വയ്ക്കുക. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, ആവി കൊണ്ട് തന്നെ അത് വെന്തെടുക്കണം. ഇടത്തരം ഒരു സവോള ഉള്ളി കൂടി ചേർത്ത് അതിനെ ഒന്നുകൂടി ഒന്ന് ഇളക്കുക. അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് സമയം വരെ അതിന് വേകാൻ സമയം കൊടുക്കണം. എന്നിട്ട് സ്പാച്ചുള വെച്ച് പതുക്കെ ഒന്ന് കുത്തി ഉടച്ച് നോക്കണം. ഒരെണ്ണം എടുത്ത് അതൊന്ന് കുത്തണം. അപ്പോൾ ചെറുതായിട്ട് ഉടയുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, പൊട്ടുന്നുണ്ട്. മുറിച്ച് നോക്കിയിട്ട് അത് പൊട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇടുക. ഒരു 3 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അര ടീസ്പൂൺ മുളക് പൊടി, എരിയില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടത്. അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് പാലക്കിനെ ഇടുക. അരിഞ്ഞു വെച്ച പാലക്കാണ്, അത് ഇടുന്നു. ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക. എന്നിട്ട് പാലക്കിനകത്ത് ആവി കയറിയാൽ ഉടനെ തന്നെ അത് വെന്തുകൊള്ളും. കൂടുതൽ സമയം വേണ്ട. മൊത്തം 2-3 മിനിറ്റ് കൂടി ഇനി അടുപ്പത്ത് വെച്ചാൽ മതി. ഇതിൽ വെള്ളവും തേങ്ങായും ഒട്ടും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കുന്ന കറിയാണ്. ഇനി ഒന്ന് നോക്കാം. കറി റെഡിയായിട്ട് കഴിഞ്ഞു. കറി വെന്ത് കഴിഞ്ഞു. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തു.
ഇനി ഇതൊരു ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.